പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നലെ പാർട്ട് 1 ആയിരുന്നു. അപ്പോൾ ഇന്ന് പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂമായിരുന്നു ഈ മുകളിലാണ്. അപ്പോൾ ഇന്നലത്തെ പാർട്ട് 1 റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ഇനി നേരെ നമ്മൾ ഓരോ ലൊക്കേഷനിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ പാക്കാക്കേണ്ടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഏതായാലും വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഇനി ഓരോ സ്ഥലങ്ങളിൽ പോകാം. ഇനിയിപ്പോൾ ഇവിടെ അടുത്ത് ഏതൊരു നല്ല അടിപൊളി ലൊക്കേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാം. നമ്മളെ ബാഗ് ഒക്കെ വണ്ടീൻ്റെ ബാക്കിൽ പാക്കാക്കിയിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊരു മഴ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ റെയിൻ കോട്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ പോവുകയാണ് നമ്മൾ. ഈ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാത്രി കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വാൽപ്പാറ അങ്ങാടി ടൗൺ എന്ന് പറയുന്നത് അവിടെ ആ ഭാഗങ്ങളൊക്കെ നല്ല മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പോൾ ആ ഒരു ഭാഗമാണിത്. അപ്പോൾ നമ്മൾ രാവിലെ നമുക്ക് പോകാതെ നേരാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. നേരെ ഡയറക്റ്റ് പോകുന്നത്. അങ്ങനെ നമ്മൾ വാൽപ്പാറ ടൗണിൽ നിന്നൊക്കെ കുറച്ച് പോകുന്നു കേട്ടോ. ടൗണൊക്കെ കഴിഞ്ഞ് പോകുന്നു. ഇനി നമ്മൾ അടുത്ത ലൊക്കേഷൻ പറഞ്ഞത് വാട്ടർഫാൾസ് പറഞ്ഞ ഒരു ലൊക്കേഷൻ ഉണ്ട്. അതാണ് ആ ലൊക്കേഷൻ്റെ പേര്, അതാണ് വാട്ടർഫാൾസ്. അപ്പോൾ അവിടേക്കാണ് അടുത്തത് നമ്മൾ പോണത്. അപ്പോൾ ഇനി പോണ വിശേഷങ്ങളും റൂട്ടിലോരോ കാഴ്ചകളും ഒക്കെ കാര്യങ്ങളൊക്കെ കാണാം. ദിനേശ അടുത്ത വരിക്ക് എല്ലാവർക്കും ഉണ്ട്. കുഞ്ഞാ നമ്മൾ പോയാലോ? ഇത് സീനാട്ടോ. അതാ തടി മണ്ണുണ്ട്. പൈസറൊക്കെ ശരിയാക്കിക്കോളൂ. അങ്ങനെ നമ്മള് കുറച്ചുകൊണ്ട് മുകൾക്ക് പോകുന്നപ്പോൾ റോഡ് മൊത്തം കോടോണ്ടാണ്ട് നിറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്നും കാണുന്നില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് ജസ്റ്റ് ഒന്ന് വണ്ടി ഇവിടെ സ്റ്റോപ്പ് ആക്കിയിട്ടിട്ട്, അപ്പോൾ ഇനി വണ്ടി സ്റ്റോപ്പ് ആക്കി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും, അതുപോലെ നമ്മുടെ ഇവിടുന്ന് ഒരു കൊക്കന്മാർ താഴത്തോട്ട് നോക്കി നല്ല വൈബായിട്ട് നോക്കി. ഇത് ശരിക്കും മഞ്ഞായിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല. മഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇവിടെ താഴെ ഭാഗങ്ങളൊക്കെ കാണാമായിരുന്നു കേട്ടോ. ഇവിടെ അടിയിൽ ഗ്രാമങ്ങൾ എന്തൊക്കെയാണ്. നമ്മളിപ്പോൾ ഏകദേശം മുകളിലേക്ക് ടോപ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വാൽപ്പാറ ടൗൺ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വാട്ടർഫാൾസ് എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് ചുരമാണ്.
അപ്പോൾ ഏകദേശം ടോപ്പിൽ ഏകദേശം എത്തിയിട്ട് കുറച്ച് എത്തിയിട്ടുള്ളൂ, ഇനി കുറച്ചും കൂടി പോകാനുണ്ട്. അതേമാതിരി ഇവിടെ ചെറിയൊരു പ്രതിമ എന്തോ ഉണ്ട്, ഇത് ആരാന്ന് മനസ്സിലായിട്ടില്ല. ആ പ്രതിമ ഇങ്ങനെ ഇങ്ങോട്ടാ നിൽക്കാം, കുഞ്ഞാപ്പല്ലേ. അപ്പോൾ നല്ല അടിപൊളി ലൊക്കേഷൻ കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞ ഈ ഏരിയയാണ് വാട്ടർഫാൾസ് എന്ന് അറിയപ്പെടുന്ന ഏരിയ കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് ഫേമസ് ആയ ഒരു ഏരിയയാണ് ഈ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞ ഏരിയ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അവിടെയാണ്. അപ്പോൾ ചെറിയ ചാറ്റൽമഴ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ചെറിയൊരു വ്യൂ കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി കേട്ടോ, ഫുള്ള് തേയിലാണ് അപ്പുറത്തും. പിന്നെ സെൻറ്ററിൽ ഈ കാണുന്ന ഈ ഒരു ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഇത് നല്ല രസമുണ്ട്, അത് ആ പച്ച അങ്ങനെ കളറായിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ, എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള. ഇതാണ് നിങ്ങൾ ഇൻസ്റ്റയിൽ കണ്ട വൈറലായ സ്ഥലം. ശരിക്കും വൈറലായ സ്ഥലം ഇങ്ങോട്ടാട്ടോ, ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ടാണ് ശരിക്കും വൈറലായത്. നല്ല അടിപൊളി കേട്ടോ, നല്ല അടിപൊളി റൂട്ടാണ്, വണ്ടി കൊണ്ടൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ റൂട്ടാണ്. ഓക്കെ, പിന്നെ നമ്മൾ വാൽപ്പാറയ്ക്കൊക്കെ വരുമ്പോൾ മാത്രം കാണുന്ന ഒരു ആടാണ് വരയാട് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഞങ്ങളെ മുന്നിലുണ്ട്, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോൾ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് കാണിച്ചു വരയാടാണ്ടോ. ഇത് നമ്മൾ ഈ ഏരിയക്ക് മാത്രം വന്നാൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ താഴത്തോട്ട് ഇറങ്ങുകയാണ്, പൊള്ളാച്ചി അങ്ങനെ ആ ബൈക്കാണ് നമ്മൾ തിരിച്ച് നാട്ടിൽ പോകണം. പൊള്ളാച്ചി, പാലക്കാട്, പയനി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ആ ബൈക്കാണ് പോണത് നാട്ടിലേക്ക്. അപ്പോൾ ആ ചുരം ഇറങ്ങുമ്പോൾ കണ്ടതാട്ടോ. അപ്പോൾ അതെങ്ങനെ കയറിപ്പോണ്ട് ഇതിൽ നമുക്ക് അതിൻ്റെ അടുത്ത് പോയതാ കുട്ടികളി. ഞാൻ പോയി ചാടി കളിക്കണോ കേട്ടോ. അണ്ണ അതിൻ്റെ ഇടക്ക് നമ്മൾ വാട്ടർഫാൾസ് എന്ന സ്ഥലത്ത് നിർത്തില്ലേനോ, അവിടുന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ ഇവിടെ അട്ട കയറി കേട്ടോ. അട്ട കടിച്ച് ചോര നിൽക്കണില്ല, കുറേ ചോര പോകുന്നുണ്ടോ, ഷർട്ടിലൊക്കെ ചോര കണ്ടോ, ഇതൊക്കെ ചോരയാണ്. കുറേ നേരം നോക്കി നിൽക്കണില്ല. ലാസ്റ്റ് ഇവിടുന്ന് ഒരു കടയിൽ നിന്ന് ബാൻഡേജ് വാങ്ങി തൽക്കാലം ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ അട്ട എന്താണെന്ന് കണ്ടിട്ടില്ല, പെട്ടെന്ന് ഇവിടെ എന്തോ സാധനം ഇങ്ങനെ അയച്ചു, ഞാൻ എടുത്തോണ്ട് ഒഴിവാക്കി, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അത് എടുത്തതിൽ തന്നെ താഴത്തേക്ക് ഞാൻ അവിടെ ആളിയർ ഡാമിൻ്റെ വ്യൂ ഉണ്ടായിന്, അവിടെ നിന്നാണ് സംഭവം കാണുന്നത്. ചോര കുടിച്ച് കട്ടായിരുന്നു സാധനപ്പത്തിനും താഴത്തേക്കിട്ട് മറ്റേ അടിക്കണ്ട് പോയി. പിന്നെ ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല എന്താ സാധനം. ഇതാ അവിടെ ചെറിയ പണി ചെയ്യും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയതിന് ഫുഡൊക്കെ കഴിച്ച് ചാവിൻ്റെ ഇല്ല ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മൾ നേരെ പൊള്ളാച്ചി അങ്ങനെ പോകട്ടോ. ഇനി പോണ വഴിക്കുള്ള ഓരോ കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. പിന്നെ നമ്മൾ പൊള്ളാച്ചിയൊക്കെ കഴിഞ്ഞ് ഏകദേശം പൊള്ളാച്ചി മറ്റേ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കുറേ കണ്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ പാലക്കാടേക്കാണ്. പാലക്കാട് ചിലപ്പോൾ നമ്മൾ കൊല്ലംകോട് ഉണ്ടെങ്കിൽ നമ്മൾ കൊല്ലംകോട് ഭാഗത്തേക്കൊക്കെ പോയി കറങ്ങണം. അവിടെ ഒക്കെ ഒന്ന് കറങ്ങി സെറ്റാക്കാണ്ട് അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഇവിടെ ഇരിക്കുക കേട്ടോ. നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇതാക്കി ചെയ്യും. അതേപോലെ ഒരു കടലുണ്ട്, അപ്പോൾ കടലിതൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഒത്തിരി റെസ്റ്റ് എടുക്കുകയാണ്. നമ്മൾ ഒരുപാട് നേരം യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്, അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ചായ അടിക്കുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ ചിലപ്പം പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊല്ലംകോട് പോകും, അവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഇനി നേരെ അങ്ങോട്ട് പോകാം. നമ്മൾ അങ്ങനെ പൊള്ളാച്ചിയിൽ നിന്ന് നേരെ പോകുന്നത് നമ്മളിപ്പോൾ പാലക്കാട് മലമ്പുഴ ഡാമിൻ്റെ നേരെ ബാക്ക് ഭാഗത്തായിട്ടുള്ളൂ. നിങ്ങൾക്കറിയാം ഇതാണ് മലമ്പുഴ ഡാം. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ആ ഭാഗത്താണ് വരുന്നത്. പിന്നെ അത് ബാക്കിൽ മല ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡാമിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ കൊല്ലംകോട് പോകാനുള്ള പ്ലാൻ ഉണ്ട്. പക്ഷേ നമ്മൾ പാലക്കാട് നിന്ന് ഏകദേശം 25 കിലോമീറ്റർ കൊല്ലംകോടുക്ക് ഉള്ളോട്ടേക്ക് പോകാനുണ്ട്. പിന്നെ അവിടെ ചായപ്പീടി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് തന്നെയല്ലേ. അപ്പോൾ പിന്നെ നല്ല പാടും കാര്യം. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല.
നേരെ നമ്മൾ ഇങ്ങോട്ട് വന്നിക്കുക. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ ഇവിടെ ഒരാൾ വലയിടണമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ പോരാച്ചിലുള്ള പ്ലാനാണ്. വലയിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് പോയേക്കാം. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും, എന്തായാലും സമ്മതിക്കുമെന്നും അറിയില്ല, കാരണം ഡാമിൻ്റെ ഇതിലുണ്ട്. പിന്നെ നമ്മളിതാ അന്ന് ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ച് ഊണ് കഴിച്ചിട്ട് നല്ല ഊണ് കഴിച്ചത് നല്ല അടിപൊളി അല്ല സിലോപ്പില്ല മീൻ നല്ല 200 രൂപയ്ക്ക് നല്ല അടിപൊളി സിലോപ്പി കിട്ടി. അപ്പോൾ അത് കഴിച്ച് അടിപൊളി കേട്ടോ. ഓവർ വെയിലും ഇല്ല, ഓവർ ഇതുമില്ല, മഴക്കാറ് അങ്ങനൊന്നും ഇല്ല, കുഴപ്പമില്ല. പക്ഷേ ആ മലൻ്റെ മുകളിലേക്ക് ഫുള്ള് മഞ്ഞിറങ്ങിയിട്ടോ ആ ബാക്ക് കാണുന്നേ. ഇതിൽ നല്ല രസമുണ്ട്. നമ്മളിപ്പോൾ മൂപ്പര് വല എടുത്ത് പോകുന്നുണ്ട്. ചില നമുക്കവിടെ പോയേക്കാം എന്താ അവസ്ഥ കാര്യങ്ങളൊക്കെ. എന്നിട്ട് അതിൻ്റെ വെയ്ത്താതെ പോയിന് അതിനിങ്ങനെ ഇണക്കിയെടുക്കുവാണ്. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് ഇത് നായിനും കൊണ്ടുപോയിന്. അതാണെങ്കിൽ ഒഴിഞ്ഞു മാറണില്ല കൂടെ തന്നെ. പോയിക്കോട്ടെ. മറ്റേ കണ്ണാടിയാ